26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഈ യുഎസിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ട് ഡൊമസ്റ്റിക് പ്രഷർ യുഎസ് പ്രസിഡന്റിന് എതിരായിട്ട് വന്നപ്പോൾ അത് ഒന്ന് തണുപ്പിക്കാനുള്ള ഒരു ടെമ്പററി മെഷർ എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലായ്പ്പോഴും ഇതിനെ കണ്ടിട്ടുള്ളത്. പെർമനന്റ് ആയിട്ട് ഒരു കാരണവശാലും ഈ സീസ്ഫയർ എഗ്രിമെന്റ് വന്നിട്ടില്ല. അതൊരു ഷോർട്ട് ടേം ഡ്യൂറേഷൻ ആണ്. സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അപ്പർ ഹാൻഡ് ഈ എല്ലാവിധ എഗ്രിമെന്റിനും ഇപ്പോഴുള്ള ഈ പ്രസന്റ് കണ്ടീഷനിലും തീർച്ചയായിട്ടും അപ്പർ ഹാൻഡ് വന്നിട്ടുള്ളത് ഇറാന് തന്നെയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, അതായത് ഫ്യൂണറൽ ഫംഗ്ഷനിലുള്ള ആൾക്കാരുടെ ആ ഒരു അണമുറിയാത്ത പ്രവാഹം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഒരു കാരണവശാലും US അല്ലെങ്കിൽ ഇസ്രയേലും കൂടി ചേർന്ന് ഇറാനിൽ എന്തൊക്കെ ചെയ്തോ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയതെന്ന് വേണം നമുക്ക് കാണാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും സീസ് ഫയർ കൊണ്ടുപോകേണ്ടത് ഇറാന്റെ ആവശ്യമല്ല, സീസ് ഫയർ കൊണ്ടുപോകേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അപ്പൊ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകും. ശാശ്വത പരിഹാരം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിനെ. അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ കണ്ണിലെ കരടായിട്ട് ഇറാൻ ഇങ്ങനെ നിൽക്കുന്നു, ഹോർമോസ് നിൽക്കുന്നു. അത് പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത് വരെ അങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഇത് കണ്ടിന്യൂറ്റി ഇല്ല, വീണ്ടും അറ്റാക്ക് തുടങ്ങാനും അതുപോലെ പശ്ചിമേഷ്യ ശാന്തി തകരാനുമുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. 60 ദിവസത്തെ ചർച്ചകൾക്കായി പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഖത്തറിൽ നടന്ന പരോക്ഷ ചർച്ചകൾ പരാജയപ്പെട്ടതാണ് ഇത്തരം സ്ഥിതിഗതികൾ വഷളാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഹോർമുസ് കടലിടുക്കിന്മേലുള്ള നിയന്ത്രണം ഇറാന് വലിയ തന്ത്രപ്രധാനമായ മേധാവിത്വം നൽകുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും മേഖലയിൽ വരും മണിക്കൂറുകളിലും സംഘർഷം കടുക്കുമെന്ന് തന്നെയല്ലേ അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും, കാരണം അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇത്രയും നാൾ നടന്ന എല്ലാവിധ ഇഷ്യൂവിലും അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഇറാനാണ്. ഹോർമുസിന്റെ കൺട്രോൾ ഒരിക്കലും ഇറാൻ വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെ അൾട്ടിമേറ്റ് വിക്ടറി ആർക്ക്? അൾട്ടിമേറ്റ് വിക്ടറി ഇറാന്. അപ്പൊ ഈ അൾട്ടിമേറ്റ് വിക്ടറി ഒരിക്കലും അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ട്രംപിന് പിടിച്ചു നിൽക്കുവാനായിട്ട് ഡൊമസ്റ്റിക് അമേരിക്കയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനായിട്ട് താൽക്കാലികമായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വെടിനിർത്തൽ കരാറാണിത്. അല്ലാതെ വേറെ ഇതൊന്നും അല്ല. രണ്ടാമത് മറ്റുള്ള ഇക്കണോമിക് കണ്ടീഷൻസും ഇക്കണോമിക്സ് താല്പര്യങ്ങളും ഇതിനകത്ത് വളരെ കൂടുതലുണ്ട്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ വളരെ നല്ല ഇതിൽ എല്ലാ രാജ്യങ്ങളിലും ഡൊമസ്റ്റിക് പ്രഷർ ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഇന്ത്യ, യു നോ ദാറ്റ്. പക്ഷെ ആ ഒരു രീതി വരുമ്പോഴേക്കും താൽക്കാലികമായിട്ടൊരു ഇക്കണോമിക് അൺട്രസ്റ്റ് എന്നുള്ളത് കൺട്രോൾ ചെയ്യുവാനും കൂടിയാണ് ഒരു ഇന്റേറിയം എഗ്രിമെന്റ് എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് പെർമനന്റ് ആയിട്ട് നടക്കാൻ വളരെയധികം ചാൻസ് കുറവാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.